കേരള NGO അസോസിയേഷൻ ശ്രീകൃഷ്ണപുര ബ്രാഞ്ച് കമ്മിറ്റിയുടെ പതാക ദിനാചരണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു. സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട GS ഉമാശങ്കർ സാർ അവരെ സാദരം ക്ഷണിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു സർവീസ് സംഘടന 50 വർഷം പ്രവർത്തന പന്ഥാവിൽ പൂർത്തീകരിക്കുന്ന വാർഷിക സമ്മേളനത്തിലേക്ക് പോവുകയാണ് 27-ാം തീയതി. ഇവിടെ ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ വളരെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുന്നിലാണ്. എറണാകുളത്ത് ഹിന്ദി പ്രചാരസഭ ഓഡിറ്റോറിയത്തിൽ രൂപം കൊള്ളുന്നത്. AK ആൻ്റണിയായിരുന്നു KPCCയുടെ പ്രസിഡന്റ്. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലം കരുണാകരനും ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലും C. അച്യുത മേനോൻ, DK നായനാർ, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ എന്ന് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രിമാർ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലും സർക്കാർ ജീവനക്കാരുടെ വളരെ നിർണായകമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് NGO അസോസിയേഷൻ. കഴിഞ്ഞ 9 വർഷക്കാലമായി നിരന്തരമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് NGO അസോസിയേഷൻ്റെ സംഘടനാ പ്രവർത്തകന്മാർ സംഘടനാ രംഗത്ത് നിൽക്കുന്നത്. ആനുകൂല്യങ്ങൾ കവർന്നെടുക്കപ്പെടുന്ന ഒരു കാലം കേരളത്തിൽ ഇതുപോലെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 2016 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന നാൾ മുതൽ ജീവനക്കാർക്കെതിരായ നിലപാടുകളുടെ തുടർക്കഥയായി അതിൻ്റെ ഉത്തരവുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശമ്പള പരിഷ്കരണം, 5 വർഷ ശമ്പള പരിഷ്കരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ജൂലൈ മാസം 1-ാം തീയതി ശമ്പള പരിഷ്കരണത്തിന് അർഹത നേടിക്കഴിഞ്ഞ സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ ഈ ഗവൺമെന്റിന്റെ അവസാന പാദത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ശമ്പള പരിഷ്കരണത്തിനൊരു കമ്മീഷനെ വെക്കാൻ ഇവിടെ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ബ്രാഞ്ച് പ്രസിഡന്റ് MR രഘുപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി A. ഗോപിദാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുരുദാസ് K. രാജ്, ജില്ലാ ട്രഷറർ N. ഉമേഷ്, TK റഷീദ്, ബേബി, സജിൻ P. കൃഷ്ണ, ഭാസ്കരൻ ചിങ്ങനേഴി എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പ്രവർത്തകർ കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കുവച്ചു.